നമുക്കിന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയല്ലോ ഗൈസ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലൊന്നും തെറ്റിദ്ധരിക്കരുത്. അമ്മയ്ക്ക് കുറച്ച് മാക്സി വാങ്ങിക്കാനാണ്, നൈറ്റി വാങ്ങിക്കാനാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. അതിനാണ് ഇത്രയും പ്രഹസനം കേട്ടോ. ആയാലും ഷോപ്പിംഗ് എന്ന് കേൾക്കുമ്പോൾ ഒരു ത്രില്ലാണല്ലോ അല്ലേ. കുഞ്ഞൂസ് അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും തന്നെ ഓടിക്കളി തുടങ്ങിയിട്ടാ. അമ്മ അവിടെ നിൽക്കുന്നുണ്ട് നൈറ്റി സെക്ഷൻ്റെ അടുത്തിട്ടാ. ഇതാണ് കേട്ടോ ഷോപ്പ്. നൈറ്റി വാങ്ങൽ കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞൂസിന് കുറച്ച് ഇന്നർ വെയർ വാങ്ങാൻ പോയി. ഇത് കിഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് ഞങ്ങൾ എന്തിനാണ് പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവിടെ തന്നെയായിരുന്നു തോന്നണം കേട്ടോ നൈറ്റിയുടെ സെക്ഷനും. കുഞ്ഞൂസ് അവിടെ കിടന്ന് ഓടി മറിയുന്നുണ്ട്. അമ്മ അവൻ്റെ കൂടെ ഒളിച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൽപ്പക വെഡ്ഡിങ്സാണ്, കൊടുങ്ങല്ലൂർ. അത് നമ്മൾ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നുപോയിട്ടാണ്. കൽപ്പക വെഡ്ഡിങ്സ് കൊടുങ്ങല്ലൂർ. അമ്മയ്ക്ക് 2 മാക്സി വാങ്ങാനാണെങ്കിലും കുഞ്ഞൂസ് യോഗ കാണിച്ച് അതിന് മാത്രം ഒരു കുറവില്ല ഗൈസ്. ഞങ്ങളവിടെ അടിച്ച് പൊളിച്ച് തിമിർക്കുമായിരുന്നു. കുഞ്ഞൂസിന് പിന്നെ എവിടെയെങ്കിലും പുറത്ത് പോകാമെന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ എവിടെയായാലും ഓടിക്കളി തന്നെ ഓടിക്കളി. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനായിട്ട് കുഞ്ഞു ഒളിച്ച് കളിക്കുകയാണ് കേട്ടോ. ഉണ്ണാട്ടനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും പോകാറില്ലല്ലോ. അപ്പോൾ ആൾക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്നൊരു സാറ്റർഡേ ആയിരുന്നു തോന്നുന്നുണ്ട്. ഇവന് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് കുറച്ച് ദിവസം മുന്നേ പോയതായിരുന്നേ. അപ്പോൾ അമ്മ മഴയായപ്പോൾ നൈറ്റിയൊക്കെ നനഞ്ഞിട്ട് കുറച്ച് നൈറ്റി ഉള്ളൂ, കുറച്ച് നൈറ്റീസ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ 2nd ഫ്ലോറിലായിരുന്നു ഇതിൻ്റെ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നല്ല ഡ്രസ്സൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. കണ്ടിട്ട് കൊതിയായി. പക്ഷെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഉണ്ണാണ് ജോലിയും കൂടി ഇല്ലാതിരിക്കുന്ന ടൈം ആയതുകൊണ്ട് പിന്നെ ഒരു രക്ഷയില്ല ഗൈസ്. ഈ സാരി കണ്ടോ ഗൈസ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മെറ്റീരിയൽ. ഇതെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനെന്നിട്ട് അന്ന് വന്നിട്ട് രാത്രി ഉണ്ണാടിനോട് പറഞ്ഞായിരുന്നു ഈ സാരി വാങ്ങിച്ചു തരുമെന്നൊക്കെ. അപ്പോൾ ആൾക്ക് സാരി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സാരി എനിക്ക് എന്തോ ഈ ഓറഞ്ച് അല്ല കേട്ടോ, ഗ്രീൻ കളറ്, എന്തോ അതിൻ്റെ പിങ്കും ഗ്രീനും കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മെറ്റീരിയലും അടിപൊളിയായിരുന്നു കേട്ടോ. കുഞ്ഞൂസ് അവിടെ ഡിസ്പ്ലേയിൽ ആ പെണ്ണ് നിൽക്കണ പോലെയൊക്കെ ഇങ്ങനെ നിൽക്കാൻ നോക്കുകയാണേ. അപ്പോൾ അത് കഴിഞ്ഞത് ബില്ലിങ്ങിന് വെച്ചേക്കുകയാണ് കേട്ടോ സാധനങ്ങൾ ബില്ലടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് അവിടെ മറ്റേ കണ്ടോ ഫെയർ ആൻഡ് ലവ്ലി അങ്ങനത്തെ കുറച്ച് ക്രീം ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ 2 ക്രീമൊക്കെ വലിച്ചതിൻ്റെ അകത്ത് കിട്ടായിരുന്നു. കാരണം ഈ മാസം അതല്ലാതെ എൻ്റെ കയ്യിൽ വാങ്ങിക്കാൻ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ കുഞ്ഞൂസ് അവിടെ കസേരയിലൊക്കെ കയറി നിന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് പോയേക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ബില്ലടിക്കാൻ. കണ്ടോ അവിടെ ഒരു ചുരിദാർ ഇട്ടേക്കുന്നതിൻ്റെ റേറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. 1190 സംതിങ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ഗൈസ് ഞാൻ. ഇനി ആരും എന്നെ കണ്ടില്ല എന്ന് പറയരുത്. ഞാൻ ആകെ ഡള്ളായിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന ഒരു മൂഡാണ് ഗൈസ്. ഇതാണ് എൻ്റെ കുഞ്ഞൂസ്. ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവരാണെങ്കിൽ കുഞ്ഞൂസിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി എല്ലാ വീഡിയോസിലും ഞാനും കുഞ്ഞൂസും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.